ിലേക്ക് വരാം. ഇപ്പോൾ മന്ത്രി ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് കാണുകയാണ്. അതിലേക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബഡ് സ്കൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന ദിവസം ഞാനിവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു. അന്ന് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ആവശ്യങ്ങൾ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് ആ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടും സെക്രട്ടറിയോടും ഒക്കെ ഞാനിവിടെ വന്നാൽ തീർച്ചയായും നിങ്ങളുടെ ബഡ് സ്കൂൾ സന്ദർശിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഈ സ്കൂളിൽ വന്നത്. ഇത് നമ്മൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് ഈ കുട്ടികൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ അവരെ സാധാരണ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശീലനങ്ങളും സഹായങ്ങളും പഠനങ്ങളും നൽകുന്ന ഒരു മഹൽ സ്ഥാപനമായി ഇതിനെ വികസിപ്പിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അതിന് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ തന്നെ ജീവിക്കുന്നൊരു പ്രദേശം എന്നുള്ള നിലയിലുണ്ടാകും. ഈ ആലപ്പാട് വിഷയത്തിൽ ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല. കരിമണൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പ്രകൃതി തരുന്നൊരു സമ്പത്താണ്. അറബ് രാജ്യങ്ങളിലൊക്കെ പെട്രോൾ ഡീസലൊക്കെ കുടിച്ചെടുക്കുകയാണ്. അതുപോലെ കടൽ തരുന്നൊരു വലിയ സമ്പത്താണത്. അത് കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ കായംകുളം വരെ, കായംകുളം ആലപ്പിയുടെ ബോർഡറാവും, 16.5 കിലോമീറ്റർ നീളത്തിൽ കടൽ ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് തരികയാണ്. അത് രാജാവിൻ്റെ ഭരണകാലഘട്ടം മുതൽ അത് സംഭരിക്കാനും സംസ്കരിക്കാനുമുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഒരു 2 പ്രമുഖ സ്ഥാപനങ്ങൾ ഈ IREയും KMMLും ഉണ്ടായത്. IRE കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, KMML സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതാണ്. എത്രയോ കാലമായി ഇതടിച്ചുകൊണ്ട് തരുന്ന കരിമണൽ ശേഖരിക്കും, സംസ്കരിക്കും. ആ പ്രോഡക്റ്റ് വളരെ കോസ്റ്റ്ലിയാണ്. എത്രയോ ആളുകൾക്ക് ഇനിയും ജോലി കൊടുക്കാനുള്ള ഈ സമ്പത്ത് പ്രകൃതി തന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം അത് മുഴുവൻ സംഭരിക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് മുഴുവൻ സംഭരിക്കാൻ കഴിഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ എത്രയോ 3 ഇരട്ടിയിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. വലിയ സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ പ്രകൃതി തരുന്ന സമ്പത്തിനെ ഉപയോഗിക്കാനുള്ള ഒരു മൈനിങ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ 16.5 കിലോമീറ്റർ കടലിൽ 16 കിലോമീറ്ററും നല്ല കരിങ്കൽ ഭിത്തിയുണ്ട്. അവിടേക്കൊന്നും കടലടിച്ച് കയറുന്നില്ല. ബാക്കി വരുന്നൊരു പ്രദേശത്താണ് ഒരു പുളിമൂട്ട് നിർമ്മിച്ച് ഈ മൈനിങ് നടക്കുന്നത്. അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിലും ശാസ്ത്രീയമായും ഒക്കെ അപഗ്രഥിച്ച് ഓരോ പ്ലോട്ട് നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. KMMLന് 4 പ്ലോട്ട്, IREക്ക് 4 പ്ലോട്ട്. ആ 4 പ്ലോട്ടിൽ ഒരു പ്ലോട്ടിൽ തന്നെ പൂർണ്ണമായിട്ടും IRE ഇപ്പോൾ മൈനിങ് നടത്തുന്നില്ല. ഇപ്പോൾ പോണ്ടിച്ചേരി സ്റ്റേറ്റ് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ഉയർന്നത്? കരിമണൽ അവർ സംസ്കരിച്ചെടുത്തിട്ട് ആ സ്ഥലം ഫില്ല് ചെയ്യാണ്. ഇവിടെയും നമുക്ക് ലഭിക്കുന്ന ഈ മണൽ മുഴുവൻ ശേഖരിച്ചാൽ ഒരു 20-25% താഴെ മാത്രമേ അതിൽ നിന്ന് ഈ കരിമണലിൻ്റെ പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ അത് കഴിച്ച് ബാക്കി വരുന്ന മണൽ മുഴുവൻ അവിടെ ഫില്ല് ചെയ്യാണ്. ഇങ്ങനൊരു പ്രശ്നമേ അവിടെ ഇല്ലാത്തതാണ്. ഇപ്പോഴുണ്ട്. ഞാനൊരു ദിവസം ടെലിവിഷനിലാണ് ഇത് കാണുന്നത്. എന്തോ ആലപ്പാട് ഇല്ലാതായിത്തീരുന്നു. ആലപ്പാട് ഇല്ലാതായിത്തീരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതെന്തായി സംഗതി എന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് എന്തോ അവിടെ ഒരു സമരം നടക്കുന്നത്. എന്തിനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. CPI പക്ഷേ അതിനെ അനുകൂലിക്കുന്നുണ്ടല്ലോ. അവർ ഇത് ഭിന്നതയുണ്ട് ഇടതുപക്ഷത്തിൽ. ഇടതുപക്ഷത്തിലൊന്നും ഒരു ഭിന്നതയില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. ഞാൻ ഈ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ IRE കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം അടച്ചുപൂട്ടി പോകാനൊന്നും കേരളത്തിൽ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് തന്നെ അത് ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ നേരത്തെ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ കേരളം ഏറ്റെടുത്തോളാം എന്ന് തന്നെ ഞാൻ അന്ന് അതിൻ്റെ MDയോടും മറ്റും പറയുകയുണ്ടായി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 240 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണത്. ആ മൈനിങ് എങ്ങനെ അടച്ചുപൂട്ടുക? ഇത് രാവിലെ തുടങ്ങിയതാ. എത്ര കാലമായി? CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടന സമരത്തിലേക്ക് വരികയാണ്. ആര് സമരം നടത്തുന്നതും അവരാലോചിക്കട്ടെ. എന്തിനാണ് സമരം? ഇത്രയും നാൾ പറഞ്ഞിട്ട് ആലപ്പാട് ഇല്ലാതായി തീരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ആലപ്പാട് പോയോ? ഇന്നലെ ഒരാൾ പറഞ്ഞിട്ട് പരിസ്ഥിതി പ്രശ്നമാണ്. ഏതാ വിഷയം? പരിസ്ഥിതി പ്രശ്നമാണോ? ആലപ്പാട് ഇല്ലാതാകുന്നതാണോ? അല്ലെങ്കിൽ മൈനിങ് പാടില്ല എന്നുള്ളതാണോ? എന്താ കാര്യം?
അവിടുത്തെ ജനങ്ങളൊന്നും ഈ സമരത്തിനില്ല. എന്തുകൊണ്ടാണ് മലപ്പുറമല്ല, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ മലപ്പുറത്തുകാരനാ. ഈ കരിമണൽ പ്രദേശത്തുള്ളവരല്ല, മലപ്പുറത്തുള്ള ഒരാളാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് ഇന്ന് അവിടെ പോയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്ന മലപ്പുറംകാർ അവിടെ ഇല്ല. മന്ത്രി ഈ മലപ്പുറംകാർ താങ്കൾ ഉദ്ദേശിച്ചത് ഒരു കമ്മ്യൂണലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അത് അവരാരൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. സാധാരണ നമ്മുടെ നാട്ടിലങ്ങനെ പല പ്രയോഗങ്ങളും ഉണ്ട്. ഞാൻ മാവുലായിക്കാരനാണെന്ന് പറയില്ലേ. അതുപോലെ നിരുപദ്രവമായിട്ട് പറഞ്ഞതാണ്. മലപ്പുറം പ്രദേശത്ത് കടലില്ല. കടലില്ലാത്തൊരു സ്ഥലത്തിൽ ആൾ വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച്? മലപ്പുറത്ത് കടലുണ്ട്. കടലത്ത് താനൂരും തിരൂരുമാണ്. അത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറമില്ല. അപ്പോൾ ഇതെല്ലാം സാമാന്യഗതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. സാമാന്യഗതിയിൽ ചിന്തിച്ച കാര്യങ്ങൾ നല്ല ശരിയായ നിഗമനത്തിലെത്താൻ അവർക്കെല്ലാം കഴിയട്ടെ എന്നാണ് എനിക്ക് കാനം പറഞ്ഞത് മന്ത്രി പൊതുമേഖലയിലല്ല ശ്രദ്ധിക്കണം, അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് വിശ്വാസത്തിലെടുക്കണം എന്നാണ്. പൊതുമേഖല നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ വേണമെന്നാണ്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് CPI പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ മന്ത്രിസഭയിൽ രണ്ടഭിപ്രായത്തിലേക്ക് സാധ്യതയില്ലേ? ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ജനങ്ങളോട് വിശ്വാസമില്ലാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പാർട്ടിക്കാരും പറയുന്നൊരു കാര്യം എന്താ? ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണ്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളോടൊപ്പം ഇല്ലാത്ത ഏതെങ്കിലും പാർട്ടി ഉണ്ടോ? തുടരെ CPI ഈ കീഴാറ്റൂരിലായാലും ഇതിലായാലും മൂന്നാറിലായാലും സർക്കാരിന്റെ ഒരു പൊതു നിലപാടിന് എതിരാണ്. ഞാൻ CPI-കാരനല്ല, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. എങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമം ഒത്തുതീർപ്പാക്കേണ്ട കാര്യം ഞങ്ങളങ്ങനെ തർക്കൂല. ഞങ്ങളെല്ലാം വളരെ നല്ല ബന്ധത്തിലും ഐക്യത്തിലും തന്നെയാണ്. അദ്ദേഹം സാധാരണ എവിടെ പോയാലും പറയുന്നൊരു വാക്കാണ്. എവിടെ പോയാലും ആദ്യത്തെ ആവശ്യത വാപ്പ് പറയണം. അത് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരുന്നപ്പോൾ കരിമണൽ ഖനനം ആശയമായി കൊണ്ടുവന്നിരുന്നു. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. പരിസ്ഥിതി പ്രവർത്തകരൊക്കെ രംഗത്ത് വന്നു. അവസാനം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അദ്ദേഹം പക്ഷേ ഇന്നലെ പറഞ്ഞിരിക്കുന്നു പരിസ്ഥിതി ശ്രദ്ധിക്കണം, സമരക്കാർക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹവും നിലപാട് മാറ്റുന്നതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നതാണോ? ഇത് അദ്ദേഹത്തിന്റെ കാലത്തൊന്നും കരിമണൽ സംസ്കരണം ഉപേക്ഷിച്ചിട്ടില്ല. അന്ന് ഒക്കെ 63 മുതലാണ് ഈ KMML വന്നത്. രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ രാജാവാണ് ആദ്യം മൈനിങ് തുടങ്ങി വെച്ചത്. കാരണം ഇതൊരു പ്രകൃതി സമ്പത്താണ്. അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ജനം ആക്ഷേപിക്കും. അതുകൊണ്ട് ഇത് വലിയ സമ്പത്താണ്. എല്ലാവരും ആലോചിക്കേണ്ട കാര്യം, ഇതിൽ എന്താ ബുദ്ധിമുട്ട് പറയൂ. ഇന്ന ബുദ്ധിമുട്ടുണ്ട്. സുനാമി ദുരന്തം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആലപ്പാട്ടിന് കുറേ ഭാഗം കലങ്ങിപ്പോയത്. ഞാനിപ്പോൾ മന്ത്രിയായിട്ട് കുറച്ച് നാളായല്ലോ, ഇതുവരെ എൻ്റെ മുമ്പിൽ ഒരു പരാതിയും ഇത് സംബന്ധിച്ച് അവിടുത്തെ ആലപ്പാടിന് എന്തൊക്കെ സംഭവിച്ചു എന്നോ കലങ്ങിപ്പോയെന്നോ ഒരു ആക്ഷേപമില്ല. അവിടുത്തെ ജനങ്ങൾക്കും ആക്ഷേപമില്ല. 2000 കുടുംബങ്ങൾ ലീസിന് കൊടുത്ത ഭൂമിയാത്. ആ ഭൂമിയിൽ കുഴികൾ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അടച്ചില്ല എന്നുള്ളതാണ്. അതാണോ ആവശ്യം? അതാണോ പ്രശ്നം? പല സ്ഥലത്തും ആ ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതാണോ? കുഴി അടക്കാത്തതാണോ? ശരി, നമുക്ക് കുഴി അടക്കാം. അല്ല, അവിടുത്തെ ആളുകൾ പറയുന്ന ഒരു പരാതി അതാണ്. അതാണോ പരാതി? കുഴിയടക്കം ഇപ്പോൾ പരിസ്ഥിതിയല്ലേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, നിങ്ങൾ പറയുന്നത്. അപ്പോൾ കുഴിയടക്കലാണോ പരിസ്ഥിതിയാണ്? കുഴിയടക്കെന്ന് പറഞ്ഞാൽ അവിടുത്തെ തദ്ദേശവാസികളാണ്. ആ എഗ്രിമെന്റ് പാലിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം. ഇതല്ലേ, ഏതാ വിഷയം? ഈ എന്താണ് വിഷയമെന്ന് സംബന്ധിച്ച് സർക്കാരിന് മുന്നിൽ ആലപ്പടമ്പുകാർ ഒരു വിഷയം ഇന്ന് വരെ പ്രസന്റ് ചെയ്തിട്ടില്ല. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവും. ഗവൺമെന്റ് എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ തന്നെ പോയി പരിശോധിക്കുമല്ലോ. ഞാൻ KMML പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ വകുപ്പ് വളരെ നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമ്പത്തിനെ പൂർണ്ണമായി സംരക്ഷിക്കാനും അത് കേരളത്തിൻ്റെ ഒരു സമ്പത്താക്കി എസറ്റാക്കി മാറ്റാൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിൽ ഒന്ന് പിന്മാറാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, മുന്നോട്ട് പോകും. ഗവൺമെൻറ് സമരം ചെയ്യുന്നില്ലല്ലോ. അല്ല, സ്വാഭാവികമായി സമരത്തിൽ പല തീരുമാനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇതിലങ്ങനെ ഒരു മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോണില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങളെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് കമ്പനി പൂട്ടണം ധരിച്ചിട്ട് ആരും പുറപ്പെടേണ്ടതില്ല, പൂട്ടിക്കാൻ സാധിക്കില്ല. ഇത് ജനങ്ങളുടെ സ്വത്താണ്, അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതമാർഗമാണ്. ആ പ്രദേശത്തുള്ളവരാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം തൊഴിലാളികൾ. അങ്ങനെയുള്ളൊരു കമ്പനി മൈനിങ് നിർത്തിയാൽ പിന്നെ മൈനിങ് തുടങ്ങാൻ പറ്റുമോ? എന്ത് തെറ്റായിട്ടുള്ള ധാരണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകൂ, അവിടെ നിങ്ങൾ പോയി പരിശോധിക്കൂ, എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയും, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ഒരു കാര്യം കൂടെ, അതായത് കണ്ണൂർ വിമാനത്താവളത്തിന്
28% എന്ന ഇന്ധന നികുതി 1% കുറച്ചെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് കരിപ്പൂർ തകർക്കാനാണ് അവിടുത്തെ സ്വകാര്യ വിമാനങ്ങൾ കണ്ണൂരേക്ക് വരുന്ന ഒരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ണൂരിൻ്റെ റേറ്റ് കുറേ കൂടുതലാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ പുതുതായി തുടങ്ങുന്ന വിമാനത്താവളം എന്നുള്ള നിലയിൽ അതിൻ്റെ MDയും മാനേജ്മെൻറ്റും ഒക്കെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു അഭിപ്രായം കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കണ്ണൂർ വിമാനത്താവളത്തെ ഒന്ന് ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും അവിടെ ഇപ്പോൾ സർവീസ് ആരംഭിക്കാനും ഉദ്ദേശിക്കുകയാണ്. ഒരു വിമാനത്താവളത്തെയും ദുർബലപ്പെടുത്താനോ ശക്തി ക്ഷയിപ്പിക്കാനോ ഗവൺമെൻറ് ആഗ്രഹിക്കില്ല. എല്ലാ വിമാനത്താവളത്തെയും വികസിപ്പിക്കാനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര ഗവൺമെൻറ് ഉപേക്ഷിക്കുകയാണ്, ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. ആ ലേലം കൊടുക്കരുത്, ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ഏറ്റെടുക്കാം. തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടത് കേരള ഗവൺമെൻറ്റാണ്. ഇപ്പോൾ അതിൽ ഒരു കമ്പനി രൂപീകരിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. എല്ലാ വിമാനത്താവളങ്ങളെയും അത് കേരളത്തിൻ്റെ എല്ലാം സ്വത്തല്ലേ. ഞങ്ങൾ ഈ കേരളക്കാരാണ്, ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ ആളുകളൊന്നുമല്ല. ഞങ്ങൾ ഈ കേരളത്തിൻ്റെ ജനങ്ങളുടെ എല്ലാവിധ അഭിവൃദ്ധിക്കും വേണ്ടി പരിശ്രമിക്കുകയാണ്. കേരളത്തെ ഒരു പുതിയ കേരളമാക്കി തീർക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അത് പരിഹരിച്ചുകൊണ്ട് കേരളം ഐശ്വര്യപൂർണ്ണമാകണം. വെറുതെ പറഞ്ഞു പോവുകയല്ല, ചെയ്ത് കാണിക്കുകയാണ്. രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ്. സാമ്പത്തികമായും സാമൂഹ്യമായും കേരളം ഉയർന്നു വരണം. കാർഷിക മേഖല വികസിക്കണം. അതിനാവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കണം. ഇതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളാണ്. അതല്ലാതെ ഒരു തരത്തിലും ഏതെങ്കിലും പ്രദേശങ്ങളെയോ ജനങ്ങളെയോ ഒന്നും ഒരിക്കലും ക്ഷീണിപ്പിക്കാനോ ദുർബലപ്പെടുത്താനോ ഈ ഗവൺമെൻറ് പരിശ്രമിക്കില്ല. മന്ത്രി EP ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആലപ്പാട്ടെ മൈനിങ് നിർത്തിവെക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് കൃത്യമായി പറയാം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മൈനിങ് നിർത്തിവെക്കുകയില്ല എന്ന നിലപാടാണ് സർക്കാർ കർശനമായിട്ട് അറിയിക്കുന്നത്. ആലപ്പാട്ടെ മൈനിങ് നിർത്തിവെക്കുകയില്ല, കമ്പനി പൂട്ടിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. അതിലേക്ക് തന്നെ വരാം ഇടവേളയ്ക്ക് ശേഷം.